കൊച്ചി മേയർ വി കെ മിനിമോൾ ആര്യ രാജേന്ദ്രനെ കടത്തിവെട്ടുന്ന അഴിമതിക്കാരിയാണെന്നാണല്ലോ പറയുന്നത്. വാർത്ത വന്നിട്ടുണ്ട്. ഇന്നത്തെ വാർത്ത കണ്ടിട്ട് ഇപ്പോൾ ഒരെണ്ണമല്ലേ പുറത്ത് വന്നുള്ളൂ. ഇനി കൂടുതൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആര്യ രാജേന്ദ്രൻ ഏതായാലും കുറഞ്ഞ സമയത്ത് കുറഞ്ഞ പ്രായം കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കേൾപ്പിക്കാമെന്നൊക്കെ കേൾപ്പിച്ചു. ഇപ്പം ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ക്ലീനാക്കാനും ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെ കാര്യങ്ങൾ പിൻവാതിൽ നിയമനം പിന്നെ ഓപ്പണായി വളരെ വളരെ സാധാരണ രൂപത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് എത്തെഴുതുക, അങ്ങനെ കുറച്ച് വേക്കൻസിക്ക് ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അങ്ങനെ ആ നിലയ്ക്ക് കഴിവുകേടും തെളിയിച്ചു, അഴിമതിയും തെളിയിച്ചു, രണ്ടും തെളിയിച്ചു. ഒരുപക്ഷെ അഴിമതി ഈ ഇവരെ കഴിവുകേടിന് ഉപയോഗിച്ചുകൊണ്ട് ഉന്നതന്മാർ ചെയ്യിപ്പിച്ചതും ആവാം, സാധ്യതയുണ്ട് അതിന്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവരൊരു മെച്യൂർഡ് ആളാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇവർ പറയുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ര പഴയതല്ല. 2019 തോന്നുന്നു. 2018-19 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 10 years, 8 കൊല്ലം. പാലാരിവട്ടം ഡിവിഷൻ കൗൺസിലറായിരുന്ന കാലയളവിൽ ദീർഘകാലമായിട്ട് ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കൗൺസിലർ തന്നെയാണ്, എനിക്ക് അറിയാം. അവർ ദീർഘകാലമായിട്ട് കൗൺസിലറാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ചെയ്തു, ഇപ്പോൾ ചെക്ക് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും ഒരു ഫെയർ ഡീലല്ല. അതായത് 3 ലക്ഷം രൂപയാണ് പണം ആവശ്യപ്പെട്ട് കത്ത് നൽകി, അതിൻ്റെ രേഖ വെളിയിൽ വന്നിട്ടുണ്ട്. പിന്നെ റോഡ് പ്രവൃത്തിക്കായിട്ടുള്ള തുക കൈമാറണമെന്നാവശ്യപ്പെട്ട് മിനിമോൾ ഫ്ലാറ്റ് കമ്പനിക്ക് കത്ത് നൽകി. 2019 ഫെബ്രുവരി 13 ഈ സംഭവം നടന്നത്. പിന്നെ 3 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയെന്ന് കമ്പനിയുടെ രേഖകൾ, ഈ ഫ്ലാറ്റ് കമ്പനിയുടെ രേഖയും പുറത്തു വന്നിട്ടുണ്ട്. മിനിമോൾ ഈ പൈസ വാങ്ങിച്ചത് സ്വന്തം അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ പിടി വീഴുമെന്ന് ഉറപ്പായപ്പോൾ അത് തുക മടക്കി നൽകിയെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം വെറുതെ ആരോപണമല്ല, കൃത്യമായ രേഖകൾ, ഇത്രയും കാര്യങ്ങൾ ടു ആൻഡ് ഫ്രോ ട്രാൻസാക്ഷൻസ് നടന്നു കണ്ട് വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും ഫെയർ ഡീലല്ല. പിടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെയർ ഡീലല്ലല്ലോ. അപ്പോൾ അത് ഈ പൊസിഷനിലൊക്കെ വരുന്ന ആൾക്കാർ പാലിക്കേണ്ട മിനിമം മര്യാദകളുടെ ഒരു ലംഘനമാണത്. ഇപ്പോൾ സാധാരണ ഇതിൽ കൗൺസിലർമാരെ പറ്റി പറയുന്നൊരു ആരോപണം എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഈ കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് സ്പീഡാക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ പൊതുവേ സർക്കാർ ഓഫീസിൽ നമ്മൾ പറയാറില്ലേ, അങ്ങനെ ഒരു അതിൻ്റെ എന്തെങ്കിലും എന്താ പറയുക, ഒരു ഷെയർ വാങ്ങുന്നു എന്നൊക്കെ ഒരു ആരോപണം സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷവും ഭരണകക്ഷിയൊക്കെ തമ്മിൽ പറയാറുണ്ട്. പക്ഷെ ഇതല്ലല്ലോ. ഒരു ബിൽഡറോട് ചോദിക്കുകയല്ലേ, കത്തെഴുതി ചോദിക്കുകയല്ലേ. ഒന്നുകിൽ ഇവർക്ക് ഇതിൻ്റെ ഈ രേഖയായി ഒരു കത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ഡോക്യുമെൻ്റാണ്. ഈ ബിൽഡർക്ക് ഏത് സമയവും ഇത് ഡിസ്ക്ലോസ് ചെയ്യാം, വേറൊരാൾക്ക് കോപ്പി കാണിക്കാം, ഇതെല്ലാം ചെയ്യാം. അപ്പോൾ അതെല്ലാം മറിഞ്ഞിരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നു ഇവരൊന്നും മെച്യൂർഡ് അല്ലേന്ന്. പ്രായം ഉണ്ടാവാം, പ്രൊഫഷണലായിരിക്കാം, ഇതൊക്കെയാണെങ്കിലും ഒരു കത്ത് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് നമ്മുടെ തട്ടിലേശ്ശേരിയിലെ മാനേജരോട് കെ കരുണാകരൻ്റെ PA ഒരാളുണ്ടായിരുന്നു, ഗോവിന്ദപിള്ള എന്നാണ് അദ്ദേഹത്തിന് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലയ്ക്കുള്ള ഒരു എമൗണ്ട്, അത് ലക്ഷമൊന്നുമില്ല, അന്ന് എന്തോ ഏതാനും ആയിരങ്ങളാണ് ചോദിച്ചതും. അത് തന്നെ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി കേരളം മുഴുവൻ അല്ലേ. അഴീക്കോടൻ രാഘവൻ്റെ പദം തന്നെ അതായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു വേർഷൻ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഒറിജിനൽ ഉണ്ടായിരുന്നത്, ഫോട്ടോ കോപ്പിയാണ് നവാബ് രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ധാരാളം കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊരു കത്ത് വന്നാലുള്ള ഭീകരത ഇവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് കഴിയണ്ടേ. അപ്പോൾ ഇത് 100% ഇത് ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എപ്പോഴും വ്യക്തമല്ല. ഇവരെ അക്കൗണ്ടിൽ വാങ്ങുന്നു, പ്രശ്നം ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിലൊരു ക്ലാരിറ്റിയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നെങ്കിൽ ഇവരെന്തിനു തിരിച്ചു കൊടുക്കണം? തിരിച്ചു കൊടുത്തു എന്നുള്ള വാർത്ത ശരിയാണെങ്കിൽ വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മൊത്തം ഒരു ഫിഷി അഫെയറാണ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കഷ്ടമാണ്. ഇങ്ങനത്തെ ആൾക്കാർ മേയറും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവരുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ അവരുടെ പാട്രണേജിലാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടി വരുന്നതെന്ന് പറയുമ്പോൾ വലിയൊരു കഷ്ടമാണത്. പിന്നെ അവർ പലപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആളാണ്. അവർ നാളെ പറഞ്ഞില്ലേ, സഭയാണ് എന്നെ മേയറാക്കിയെന്ന് പറഞ്ഞില്ലേ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് അത് പറയാൻ കൊള്ളുമോ? ഇപ്പം നരേന്ദ്രമോദി നാളെ പറയണം വിശ്വഹിന്ദു പരിഷത്തും RSS കൂടിയാണ് എന്നെ പ്രധാനമന്ത്രിയാക്കിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരവസ്ഥ? RSSും വിശ്വഹിന്ദു പരിഷത്തും കൂടി എന്നെ പ്രധാനമന്ത്രിയാക്കി തന്നു, BJPയെ രക്ഷിച്ച് അങ്ങനെ എന്നെ പ്രധാനമന്ത്രിയാക്കിയത് RSSും വിശ്വഹിന്ദു പരിഷത്താണെന്ന് പറഞ്ഞാൽ സംഗതി മാറിയില്ലേ?
അപ്പം അതേപോലത്തെ ഒരു വർത്തമാനമല്ലേ ഇവർ പറഞ്ഞത്, സഭയാണ് അതിനെ ആക്കിയതെന്ന് പറയുന്നത്. അപ്പോൾ ആരോടാണ് വിധേയത്വം എന്നുള്ളത് അവിടെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ. പരസ്യമായിട്ട് പറയണം പരസ്യമായിട്ട് എനിക്ക് ഞാൻ വിധേയത്വം എനിക്കുണ്ടെന്നുള്ളത്. അതൊരു വല്ലാത്തൊരു. അപ്പോൾ സഭ പറയുന്നത് കേൾക്കും, സഭ പറയുന്ന രീതിയിൽ ഭരിക്കും. അങ്ങനെ വേണ്ടി വരുമല്ലോ. ഇവർ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ സഭയ്ക്ക് ഒരു ക്ലെയിം ആയില്ലേ, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങളാണ് ആക്കി തന്നതെന്ന് എന്ന് പറയാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ ഈ ജാതി രാഷ്ട്രീയത്തിൽ കൂടിയുള്ള വല്ലാത്തൊരു പൊളിറ്റിക്സാണ്. അതേസമയം അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത നടപടികൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേറ്റത്തെ ആശങ്ക ഉളവാക്കുന്നതാണത്. ഒരു ബിൽഡറോട് പൈസ മേടിക്കുക, സ്വന്തം അക്കൗണ്ടിലേറ്റ് ആ പൈസ, അങ്ങനത്തെ ചെക്ക് മേടിക്കുക, സ്വന്തം പേരിൽ ചെക്ക് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഈ ഏത് റോഡ് പണിക്ക് വേണ്ടിയിട്ടാണെന്ന് വ്യക്തമാക്കണ്ടേ? അതെ. ഇപ്പോൾ ഏത് റോഡെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, റോഡ് പണിക്ക്. പിന്നെ ഒന്നാമത് റോഡ് പണിക്ക് എന്തിനാ ഈ കളക്ഷൻ മേടിക്കുന്നത്? പൈസ വാങ്ങിക്കേണ്ടതില്ലല്ലോ. അതിൻ്റെ ഇല്ലല്ലോ. സർക്കാരിൻ്റെ റോഡാണെങ്കിൽ, സ്വകാര്യ റോഡാണെങ്കിൽ സ്വകാര്യ വ്യക്തികൾ തന്നെ നിർമ്മിച്ചോളും. അവർ നിർമ്മിച്ചോളും. ഇപ്പോൾ റോഡ് നന്നാക്കുന്നതിന് നമ്മളെവിടെ ഡൊണേഷൻ മേടിക്കാറുള്ളത്? ഒന്നും ചെയ്യാറില്ല. പിന്നെ തികച്ചും പ്രൈവറ്റ് റോഡുകൾ പോലും കോർപ്പറേഷൻ സറണ്ടർ ചെയ്താൽ അവരാ ചെയ്യുന്നത്. ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കാതിരുന്ന റോഡ് ഞങ്ങൾക്ക് മുൻകൈ എടുത്ത് ആവശ്യമില്ല. എനിക്ക് നടക്കാൻ ഉപയോഗമുള്ള വഴിയല്ല അത്, പക്ഷേ ഞാൻ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സമയത്ത് കോർപ്പറേഷൻ മുൻകൈ എടുത്ത് ടൈലിട്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനാരും പൈസ സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കൗൺസിലർ ഭാഗം കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ട് റിലീസാകാൻ വൈകിയപ്പോൾ സ്വാഭാവികമായിട്ട് കോൺട്രാക്ടർ കൗൺസിലറോട് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊതുവേ കൗൺസിലർമാർ പലപ്പോഴും റിസീവിങ് എൻഡിലാണ് ഞാൻ കണ്ടുവന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ കോൺട്രാക്ടേഴ്സ് പലപ്പോഴും ഈ വർക്ക് എടുക്കാൻ ഇഷ്ടപ്പെടില്ല. കാരണം പൈസ അവർക്ക് കിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു സ്വകാര്യ എന്താ പറയുക സ്ഥാപനത്തിൽ നീ പൈസ മേടിക്കുക എന്ന് പറയുമ്പോൾ എന്തിന്? അവിടെ ട്രാൻസ്പെറൻസി ഇല്ല. അപ്പം അങ്ങനത്തെ ആൾ പിന്നെ മേയറായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ കൊച്ചിൻ കോർപ്പറേഷൻ സംബന്ധിച്ചൊരു അപമാനമാണത്. അങ്ങനത്തെ ആൾ മേയറായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷം കുറ്റം പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് അവസരം കൊടുക്കുകയല്ലേ. അതെ. അതെ, ഈ കോർപ്പറേഷൻ്റെ അധികാരത്തിലേക്ക് വന്ന ആൾ ഇതിനു മുമ്പ് ചെയ്ത ക്രൈമിനെ പറ്റിയിട്ടില്ല, ഈ കുറ്റത്തെ പറ്റിയിട്ടാണ്, അഴിമതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോഴെന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ അപ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും ചെയ്യുന്നതും ഇനി അവരുടെ ടെന്യൂർ കഴിയുന്നവരെയും ചെയ്യുന്നത്. ഇപ്പോൾ 2.5 വർഷത്തേക്കോ 3 വർഷത്തേക്കോ പറ്റിയാണല്ലോ. അതിന് മുമ്പ് വേറെ ആൾ ലൈനപ്പാണ് ഓൾറെഡി ഉണ്ട്. അങ്ങനത്തെ ഡീലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ചെയ്യുന്നതും വരാൻ പോകുന്ന ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 മാസം കഷ്ടി, ഡിസംബറിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്യാൻ പോണതും വ്യക്തമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനത്തെ ആൾക്കാർ. കാരണം ഒരു കൗൺസിലർക്ക് ഇങ്ങനെ വാങ്ങാമെങ്കിൽ ഒരു മേയർക്ക് അതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങളില്ലേ. അതെ. അത് മാത്രമല്ല, ഞാൻ ഈ പൈസ വാങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല സാർ, ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് നിയമനങ്ങളുണ്ടാകും, ഇല്ലെങ്കിൽ പദ്ധതി നടപ്പിലാക്കലുണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ദൈനംദിന നഗരസഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അതിലുൾപ്പെടെ മേയർക്ക് വലിയ ഹാൻഡാണുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിലെല്ലാത്തിലും ഈ ക്രമക്കേടുകൾ എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് തികച്ചും മോണിറ്റർ ചെയ്യേണ്ടതാണ്. കാരണം ഇന്നത്തെ നമ്മുടെ പഞ്ചായത്ത് രാജ് ബില്ലിന് ശേഷം ഇവർക്ക് ധാരാളം പവറുണ്ട്. അതെ, അധികാര വികേന്ദ്രീകരണം നടത്തിയതാണ്. അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം പവർ വളരെ കൂടുതലാണ്. പഞ്ചായത്ത് പ്രസിഡന്റും മേയർക്കും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ വളരെയധികം പവറുണ്ട്. ഈ പവർ എന്നൊക്കെ ആ പവറിൽപ്പെട്ടൊരു പ്രധാന കാര്യമാണ് ടാക്സ് കളക്ഷൻ. ഏറ്റവും അധികം കറപ്ഷൻ നടക്കുന്ന ഒരു രംഗമാണത്. ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ കണ്ടതല്ലേ. CPM അനവധി കെട്ടിടങ്ങൾ ചെറിയ റെൻറ്റിന് എടുത്തിരിക്കും, വർഷത്തിൽ 25,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മാസത്തിൽ പോലും അതിലധികം പൈസ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ കൗൺസിൽ ഭരണത്തിൽ വന്ന BJP ഭരണത്തിന് ശേഷം അവരതെല്ലാം ഇപ്പോൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിളക്ക് 6,500 രൂപയ്ക്കാണ് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്നത്. ഒരു വിളക്കിൻ്റെ വില 10,000 രൂപ വരുള്ളൂ. അതെ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് എത്ര കോടി പറഞ്ഞില്ലേ? 75,000 രൂപ ഒരു ഡെഡ് ബോഡിക്ക് ചെയ്തതൊക്കെ സന്നദ്ധ സംഘടനകൾ ഫ്രീ ആയിട്ട് ചെയ്തു. അല്ല, വളണ്ടിയേഴ്സിനുള്ള ഭക്ഷണം. അതെ, പലപ്പോഴും ഭക്ഷണം കൊടുത്തിട്ട് അവിടുത്തെ ഹോട്ടലുകാരും റെസ്റ്റോറൻറ്റുകാരും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള സന്നദ്ധ സംഘടന ഇസ്കോൺ പോലുള്ള സംഘടനകളൊക്കെ സേവാഭാരതി ചെന്നു, എല്ലാവരും ചെയ്തു. ഇതൊക്കെ ഈ തരത്തിലുള്ള റോഡ് നന്നാക്കലും ഈ എന്താ പറയുക പ്രകൃതി ദുരന്തങ്ങളും എല്ലാം പലർക്കും ഗോൾഡ് മൈനാണ്. അതെ. ഇപ്പം ഞാൻ നമ്മുടെ HRDS എന്നുള്ള സംഘടന, ഇപ്പം അതിന് വേറൊരു വിവാദം വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നു, മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല.
അവരെ ഓഫർ ചെയ്തത് 500 വീട് വെച്ച് കൊടുക്കാമെന്നാണ്. അത് വിത്ത് ഹോം സ്റ്റേ ഫെസിലിറ്റി. അത് ഓരോ വീടും അവർക്ക് താമസിക്കാനുള്ള 2 മുറിയുള്ള വീട് എന്തെങ്കിലും, അതിനൊപ്പം തന്നെ ഒരു എക്സ്ട്രാ റൂമും അറ്റാച്ച്ഡ് ചെറിയൊരു കിച്ചണറ്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിച്ചുകൊണ്ട്, അപ്പോൾ അവർക്കൊരു ഇൻകം ജനറേഷനാണത്. ഗവൺമെൻറ് സമ്മതിച്ചിട്ടില്ലോ. അവർ സ്ഥലം മേടിച്ചിട്ട് പണിയാന്നാണ് പറഞ്ഞതേ. സ്ഥലവും വേണ്ട, അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗോൾഡ് മൈൻ പൂട്ടിപ്പോവും. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ റോഡ് നന്നാക്കാൻ നോർത്ത് മേടിക്കുക. ഇത് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത് അങ്ങനത്തെ ആൾ മേയറായിട്ട് നമ്മൾ ഭരിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും പരസ്യമായിട്ട് വിധേയത്വം ഒരു പ്രത്യേക സമുദായത്തോടും അതിൻ്റെ സഭയോടും വിധേയത്വം പറയുന്ന ഒരാൾ, നമ്മൾ എങ്ങനെയായാലും ഇതൊരു ഫിഷി അഫെയറാണ്. ഒരു മനുഷ്യന് ശുഭസൂചകമായിട്ടുള്ളൊരു സംഗതിയല്ല ഈ നടന്നിട്ടുള്ളത്.